അവർക്ക് ഇൽമു പകർന്നു കൊടുക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. എൻ്റെ രക്ഷിതാക്കളോട് ഞാൻ എൻ്റെ ബാധ്യത എന്ന നിലക്ക് ഞാൻ പറയട്ടെ, 12ാം ക്ലാസ് 12 വരെയുള്ള ഉസ്താദേ 12ാം ക്ലാസ് വരെ പഠിപ്പിക്കപ്പെടുന്ന നമ്മുടെ ഈ മദ്രസ സംവിധാനം ഒരിക്കൽ പോലും 5ാം ക്ലാസ്സിൽ വെച്ചിട്ട് നിർത്തിപ്പോകരുത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായാലും ഇൽമു പഠിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അങ്ങനെ മനസ്സിലാക്കി ചില ആൾക്കാർ. കുട്ടിക്ക് പ്രായപൂർത്തിയായതുകൊണ്ട് ഇനി ഉസ്താദ്മാർ കാണാൻ പാടില്ല, ടീച്ചർമാർ മാത്രം കാണാൻ പറ്റുള്ളൂ. അങ്ങനൊന്നുമില്ല. അങ്ങനെ ഒരു സിദ്ധാന്തമുണ്ടോ? അലിഖിതമായൊരു വാദമുണ്ട്. അങ്ങനെ മദ്രസ പോയ പ്രശ്നമാണ്. മദ്രസ കെട്ടിടം പൊളിഞ്ഞാടിയാലോ? മദ്രസ കെട്ടിടം പൊളിഞ്ഞാടൊന്നുമില്ല. പക്ഷെ നമ്മുടെ മക്കൾക്ക് ജീവിതം അറിയണമെങ്കിൽ പഠിക്കണം, നന്നായി പഠിക്കണം, വസ്തുതാപരമായി വിശാലമായി പഠിക്കണം. 7ാം ക്ലാസ്സിൻ്റെ മേലോട്ടൊന്ന് കയറ്റി വെക്കും നിങ്ങൾ. ഫുള്ള് അങ്ങനല്ലേ? പലയിടത്തും നമ്മൾ വാദിന് പോയി കൊടുത്ത് മദ്രസ ഉദ്ഘാടനത്തിനും അതുപോലെ തന്നെ ഫത്തഹെ മുബാറക്കിനും അതിൻ്റെ ശേഷം മദ്രസ രക്ഷിതാക്കളെ ക്ലാസ്സിനൊക്കെ പോയെടുത്ത് ഇഷ്ടം പോലെ കുട്ടികൾ പഠിക്കാനുള്ള മദ്രസയിൽ 7 മുതൽ അങ്ങോട്ട് നോക്കിയാൽ 10 വിരലിൻ്റെ ഉള്ളിൽ തീരുകയാണ്. അതും അവർക്കാകെ രാവിലെ 1 മണിക്കൂറാണ്. ഉസ്താദുമാർ എത്രയോ സാഹസികമായിട്ട് അവർ വരുന്നത് 7:35 7:55 പോകണം. ഇതൊക്കെ കൂടി ഉരുട്ടി എങ്ങനെ കൊടുക്കുക? എന്തെങ്കിലും പകർന്നു പഠിപ്പിക്കണ്ടേ? നമ്മൾ സഹായിക്കണം മക്കളെ നേരത്തെ എത്തിക്കാൻ. അതിനാണ് ഞാനും നിങ്ങളൊക്കെ രക്ഷിതാക്കളായത്. അല്ലാതെ എത്ര മക്കൾ എനിക്കുണ്ടെന്ന് ആൾക്കാരോട് പറയാനല്ല. അതേതെങ്കിലും റേഷൻ കാർഡിൽ എഴുതിയിട്ട് അരി 40 കിലോനോ 35 കിലോനോ കിട്ടാനല്ല. കറക്റ്റായിട്ട് നമ്മുടെ ദീനീ ദഅവത്ത് നമ്മുടെ കുടുംബത്തിലാണ് നടത്തേണ്ടത്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിലാണ് ആദ്യം നടത്തേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിലാണ്. അതിൻ്റെ ഒരു ഫോർമുലയാണ് ദീനിയായ ഇൽമ് മക്കൾക്ക് പകർന്നു കൊടുക്കണം. പെൺകുട്ടികളെ ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. കാരണം പെൺകുട്ടികളുടെ ജീവിതത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന ക്ലാസ് 5-ന് ശേഷമുള്ള മുതിർന്ന ക്ലാസ്സുകളാണ്. 8ാം ക്ലാസ്സിലെ ഫിഖ് ഒന്ന് മറിച്ചു നോക്കൂ നിങ്ങൾ. സ്ത്രീകൾ മാത്രം അറിയേണ്ട വിശദമായ വിഷയങ്ങളാണ്. അവരനുഭവിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആ ഒരു പ്രായം. ഹൈള്, നിഫാസ്, ഇസ്തിഹാലത്തുമായി ബന്ധപ്പെട്ട വിശദമായ രൂപങ്ങൾ. അതറിയാത്ത ആളുകൾക്ക് ഒക്കെ ഒന്നല്ലേ ഉണ്ടാകുള്ളൂ. ആൾക്ക് എന്തായാലും അയലാണ്, എന്തായാലും അയല. ഇസ്തിഹാലത്ത് അറിയില്ലല്ലോ. ഇസ്തിഹാലത്തുള്ള പെണ്ണ് തന്നെ 3 ഐറ്റംസ് ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ട് 3 ഐറ്റംസ്. വെറുതെ പറഞ്ഞൊന്നുമല്ല. നാട്ടിലെ ജനങ്ങളിലുണ്ട് 3 തരം ആളുകൾ. അതൊന്ന് വിശദീകരിച്ചാലേ ഇപ്പം നല്ലോണം പഠിപ്പിച്ചു കൊടുക്കുക കുട്ടിയൊക്കെ. പ്രധാനമായിട്ടും ആദ്യമായിട്ട് അങ്ങനെ സംവിധാനം വരുന്ന ഒരു തരം സ്ത്രീകളുണ്ട്. നേരത്തെ അങ്ങനെ പതിവുള്ളവരും ആർത്തവരക്തവും രോഗരക്തമായ ഇസ്തിഹാദത്തും തിരിച്ചറിയാൻ കഴിവുള്ള പെണ്ണുണ്ട്. ഒന്നും തിരിച്ചറിയാൻ കഴിവില്ലാത്ത മുത്തഹയ്യിറത്ത് പരിഭ്രമിക്കുന്ന പെണ്ണുണ്ട്. 3നും 3 രീതിയിലാണ് വിഷയങ്ങളുള്ളത്, മസ്അലകളുള്ളത്. അതറിഞ്ഞിട്ടില്ലെങ്കിൽ അവരെ നിസ്കാരത്തെയും ജീവിതത്തെയും മക്കളെ പരിപാലനത്തെയും ഒക്കെ ബാധിക്കും. അത് അറിയണം, നിർബന്ധമായിട്ടറിയണം. കർമ്മശാസ്ത്ര മേഖലകളിൽ പഠിക്കാൻ ആഴത്തിലുള്ള വിഷയങ്ങളൊക്കെ പഠിക്കണം. എങ്ങനെയാണ് നല്ല കുടുംബജീവിതം? ഞാനൊരു ഭർത്താവായിട്ട് നിലനിൽക്കുന്ന ആളാകുമ്പോൾ എൻ്റെ ബാധ്യതകൾ എന്തൊക്കെയാണ്? എൻ്റെ സഹധർമ്മിണിയോട് നിർബന്ധ ബാധ്യതകൾ എന്തൊക്കെയാണ്? സുന്നത്തായ ബാധ്യതകൾ എന്തൊക്കെയാണ്? മക്കളെ പരിപാലിക്കേണ്ട മുറകൾ എങ്ങനെയാണ്? അത് പഠിപ്പിക്കപ്പെടുന്ന തലങ്ങളാണ് 9, 10. ഒരു പെണ്ണും ഒരാണിൻ്റെ കീഴിൽ കുടുങ്ങാൻ പാടില്ല. ജീവിതത്തിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു പുരുഷനെയാണ് കിട്ടിയതെങ്കിൽ അവളെ വിവാഹ ജീവിതം, കുടുംബജീവിതം നേരായ വഴിക്ക് പോകാൻ വഴികളുണ്ട്, മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളെ പറ്റി പഠിക്കുന്ന ഭാഗങ്ങൾ അറിയണ്ടേ? ദുസ്വഭാവിയായ ഭർത്താവിനെ സൽസ്വഭാവിയാക്കേണ്ടത് എങ്ങനെ? അത് പഠിക്കണ്ടേ? അതിന് ഉമ്മമാരൊരിക്കലും പെൺകുട്ടികളെ 5ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിൽ നിന്ന് വേറെ എന്തെങ്കിലും പേടിയൊക്കെ പറഞ്ഞ്, പണ്ടൊക്കെ ഒരു പോത്താമ്പി വരുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും പോലെ പേടിപ്പിച്ചിട്ട് നിർത്തരുത്. അവരെ പഠിപ്പിക്കണം. പഴയകാലത്ത് ഉമ്മമാർക്ക് എന്തൊരു വിവരമായിരുന്നു നോക്ക് നിങ്ങൾ. എന്തൊരു ഇൽമായിരുന്നു അവർക്ക്.
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മുൽ ഖൈർ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിച്ചത് ആ മാതാവാണ്. പക്ഷെ ആ ഉമ്മ ഒരു സാധാരണ ഉമ്മയല്ല സഹോദരിമാരെ, പണ്ഡിത